ഹായ് ഫ്രണ്ട്സ്, വാഗമൺ ട്രിപ്പിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും റൂമിന് പുറത്തുള്ളൊരു വ്യൂ ആണിത്. നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. തലേന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ മഴ കഴിഞ്ഞുള്ള തണുപ്പും അല്ലാതെ വാഗമണ്ണിനുണ്ടൊരു തണുപ്പുണ്ടല്ലോ, അതും ആ ഒരു കോടമഞ്ഞും കിളികളുടെ ശബ്ദവും നല്ല രസമായിരുന്നു. ഞാൻ അവിടെയെല്ലാം ആ ഒരു റിസോർട്ടിൽ ഫുള്ള് ആ ഒരു ഏരിയ മുഴുവനും കവർ ചെയ്ത് നടന്ന് കണ്ട്. കുട്ടികളും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ഇതാണ് റെസ്റ്റോറൻറ്റ്. നൈറ്റ് കയറാൻ പറ്റിയില്ല. രാവിലത്തെ ഫുഡ് ഇവിടെ നിന്നാണ്. രാവിലത്തെ ആ ഒരു പൂളിലുള്ള ആ ഒരു കാഴ്ച എങ്ങനെയാണ് നോക്കാമല്ലോ. പൂളിന് പുറത്ത് അങ്ങോട്ടേക്കൊരു നല്ലൊരു വ്യൂ ഉണ്ട്. അവിടെ മലകളും ആ ഒരു മഞ്ഞും നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. കുറേ നേരം അതങ്ങനെ നോക്കി നിന്നു. പിന്നെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ചെടികളിലും മരങ്ങളിലും ഒക്കെ മഴത്തുള്ളികൾ കാണും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി ഫിഷ് ഫാമിലേക്കാണ് നേരെ പോയത്. റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു KPMൻ്റെ ഫിഷ് ഫാം. വാഗമൺ പ്രൈമറി ഫിഷ് ഫാം ആയിട്ടുള്ള KPM ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഫിഷ് ഫാമിലേക്കാണ് ഞങ്ങൾ പോയത്. നിറയെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മീൻ കണ്ടില്ലേ, ഇത് അലിഗേറ്റർ ഗാർ എന്ന മീനാണ്. നീളമുള്ള വായും മൂർച്ചയുള്ള പല്ലുകളും ചീങ്കണ്ണിയോട് സാമ്യമുള്ളതിനാലാണ് ഈ പേര് ഇതിന് ലഭിച്ചത്. ഇത് ഗിറ്റാർ ഫിഷ്. ഗിറ്റാർ ഫിഷ് ഇംഗ്ലീഷിലാണ് ഇതിനെ ഗിറ്റാർ ഫിഷ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ പലകസ്രാവ്, വാൾസ്രാവ്, കൊമ്പൻ സ്രാവ് എന്നൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് അവിടുത്തെ ഫാമിലേക്കാണ്. പലതരത്തിലുള്ള ടർക്കി കോഴികളും താറാവുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഗിനി പിഗ്. വളരെ ശാന്തനാണ് ഗിനി പിഗ്. പുല്ല്, പച്ചക്കറികളൊക്കെയാണ് ഇത് കഴിക്കുന്നത്. അവിടെ കൊട്ടവഞ്ചി സർവീസും ഉണ്ടായിരുന്നു. വലിയ പാറയുടെ കീഴെ നിൽക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു അത്ഭുതം തന്നെയാണ്. എനിക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടെ ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കായിട്ടുള്ളത്. നിരവധി ബോൺസായി ചെടികളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടവഞ്ചിയിൽ കയറി. മീനിന് കൊടുക്കാനുള്ള ആ ഒരു ഫുഡും അവർ തന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. നമ്മളിങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും കുറേ മീൻ വരുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും ഇവരെ കാണുന്നേ ഇല്ലായിരുന്നു. പക്ഷെ ഫുഡ് ഇട്ട് കൊടുത്തപ്പോഴേക്കും പിന്നെ കുറേ മീനായി കുട്ടവഞ്ചിക്ക് ചുറ്റും, അതും പല നിറത്തിൽ. ഇത് കണ്ടപ്പോഴേക്കും അസിംസ് ചെയ്യാനും പറയണായിരുന്നു, മീനൊക്കെ വിശന്നിരിക്കണേന്ന് തോന്നുക. നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അവർ വേഗം വേഗം കഴിക്കണേന്ന്. ആ ഒരു ഏരിയയിൽ 3-4 കുട്ടവഞ്ചികളുണ്ടായിരുന്നു. ആ ഒരു റൗണ്ടിൽ ആ ഒരു ഭാഗം ഒരു റൗണ്ട് കവർ ചെയ്ത് വരും. അങ്ങനെയാണ് ആ ഒരു കുട്ടവഞ്ചിയുടെ ഒരു സർവീസ്. വലിയ റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോയി. കഴിഞ്ഞ ദിവസം രാവിലെ കയറിയ അതേ സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഇപ്രാവശ്യം കയറിയത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഉച്ച ആയതുകൊണ്ട് വാഗമൺ ടൗണിൽ എല്ലാ ഹോട്ടലും തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നേരെ പോയത് വാഗമൺ മെഡോസിലേക്കാണ്. വാഗമൺ മെഡോസ്, വാഗമൺ പുൽമേടുകൾ, വാഗമൺ മുട്ടക്കുന്നുകൾ എന്നിങ്ങനെ പല പേരുകളാണ് അതിനുള്ളത്. നിറയെ പച്ചപ്പ് നിറഞ്ഞൊരു ഭൂപ്രകൃതി തന്നെ. മുട്ടയുടെ ആകൃതി ഉള്ളതുകൊണ്ടിട്ടാണ് മുട്ടക്കുന്നെന്ന് പേര് വിളിക്കുന്നത്. ഒരു മുട്ട പകുതിയാക്കിയിട്ട് അത് കമഴ്ത്തി വെച്ച് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അതുപോലെയാണ് കുന്നുകൾ ഇരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് മുട്ടക്കുന്നുകൾ എന്ന് പറയുന്നത്. 2 മണി സമയത്താണ് ഞങ്ങൾ ആ മുട്ടക്കുന്നിൽ നിൽക്കുന്നത്. ആ ഒരു വെയിൽ കാണുമ്പോൾ അറിയാം. പക്ഷേ ചെറിയൊരു ചൂടുള്ളൂ. നല്ല കാറ്റായിരുന്നു. ആളുകളൊക്കെ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ പട്ടം പറപ്പിക്കുന്നുണ്ടായിരുന്നു, കാരണം അത്രയും കാറ്റായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. കൂടുതൽ സമയം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല,
കാരണം ഇത് കഴിഞ്ഞിട്ട് വേറെയും സ്ഥലത്തൊക്കെ പോകണം. ഇന്ന് തന്നെ തിരിച്ച് പോകാനുള്ളതാണ്. 2 മുട്ടക്കുന്നിൽ ഞങ്ങൾ കയറി. പിന്നെയും മുട്ടക്കുന്നുകളിൽ നമുക്ക് കയറാം, പക്ഷേ സമയപരിമിതി കാരണം പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് കണ്ടിട്ട് തിരിച്ച് പോരേണ്ടി വന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും സിയാനും ഒസ്യൂനും പട്ടം പറപ്പിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായി. പക്ഷെ നമുക്കത് പട്ടം വാങ്ങിച്ച് പറപ്പിക്കാനുള്ള സമയമൊക്കെ വേണമല്ലോ. ഇസ്വാക്ക് കാറ്റടിക്കുമ്പോഴുള്ള സന്തോഷമാണ് കാണുന്നത്. പിന്നെ ദൂരെ ഒരു മുട്ടക്കുന്നുണ്ടായിരുന്നു, അവിടെ അധികം പേരില്ലായിരുന്നു. അത് ഇത്തിരി റിസ്ക്കാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. സിയാൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. പക്ഷേ കയ്യിൽ കൊച്ചുള്ളത് കാരണം നമ്മൾ ആ പോകുന്ന വഴി സ്ലിപ്പാകാൻ ചാൻസ് ഉണ്ട്. റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതുവഴി വന്നൊരു ചേട്ടനോട് ചോദിച്ചു എങ്ങനെയാണിത്, ഈ വഴിയിലൂടെയാണ് പോയിട്ട് അറ്റത്ത് ആ മുട്ടക്കുന്നിൽ പോകണം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ലോവർ പൈൻ വാലിയിലേക്കാണ് പോയത്. പ്രധാന പൈൻ ഫോറസ്റ്റിൽ നിന്ന് മാറി ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ഈ ലോവർ പൈൻ വാലിയിലെത്താം. എ ഹിഡൻ ആൻഡ് പീസ്ഫുൾ പൈൻ വാലി എന്നൊക്കെ പറയാം. വാഗമൺ ഏലപ്പാറ റോഡ് വഴിയാണ് ഈ ലോവർ പൈൻ വാലിയിലേക്ക് എത്തുന്നത്. മൂടൽ മഞ്ഞും തണുത്ത കാറ്റും, ശരിക്കും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ആ ഒരു പ്രദേശത്ത് എത്ര സമയം വേണമെങ്കിലും നമുക്ക് നിൽക്കാനായിട്ട് തോന്നും. അധികം ടൂറിസ്റ്റുകാരൊന്നും അവിടെ ഇല്ല, കാരണം എല്ലാവരും മെയിൻ പൈൻ ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്. മെയിൻ പൈൻ ആ ഒരു ചെരിവും കുത്തനെയുള്ള ആ ഒരു പ്രദേശമാണല്ലോ, നമുക്ക് കയറുമ്പോൾ ഒരു സ്ലിപ്പറി ആയിട്ട് തോന്നും. പക്ഷേ ഈ ഒരു ലോവർ പൈൻ വാലിയിൽ അങ്ങനെയൊന്നുമല്ല, ഫ്ലാറ്റായിട്ട് കിടക്കുന്ന ഒരു പ്രതലമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കണ്ട, കുട്ടികളൊക്കെ ഓടിക്കളിക്കണമായിരുന്നു. മഴക്കാലത്ത് ഇവിടെ അട്ടകളുടെ ശല്യമുണ്ട്. ഞങ്ങൾ അട്ട കടിക്കുകയും ചെയ്തു. ഞങ്ങൾ ചെന്ന സമയത്ത് 1-2 പേരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു 3-4 ജീപ്പ് ആളുകൾ വന്ന് ഇറങ്ങിയത്. വളരെ റേറ്റ് കുറവാണ്, ടിക്കറ്റ് റേറ്റ് കുറവാണ് ഈ ലോവർ പൈൻ വാലിയിലേക്ക്. ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ആ ഒരു പ്രദേശം ശരിക്കും നമ്മൾ മെയിൻ പൈൻ ഫോറസ്റ്റിൽ ഒരു 1/2 കിലോമീറ്ററോളം നടന്നിട്ട് വേണം പൈൻ ഫോറസ്റ്റിലോട്ട് എത്താൻ. പക്ഷേ ഇത് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് കാല് കുത്തുന്നത് തന്നെ നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ്. ചെറിയൊരു അരുവിയൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ സൂക്ഷിക്കണം, അട്ടയുടെ ശല്യം നല്ലതുപോലെ ഉണ്ട്. പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ പോയത് ഒരു ബ്യൂട്ടി ഹിഡൻ സ്പോട്ട് കാണാനാണ്. കാണാൻ പറ്റുമെന്ന് അറിയില്ല, അവിടെ വരെ പോയി നോക്കാം എന്ന് മാത്രം. ഞാൻ നേരത്തെ തന്നെ വാഗമണിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു സ്പോട്ട് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഇതാണ് തങ്ങൾപ്പാറ. കുഞ്ഞുള്ളത് കാരണം തങ്ങൾപ്പാറയിലേക്കൊന്നും പോയില്ല. തങ്ങൾപ്പാറയുടെ ബാക്ക് സൈഡിലുള്ള ഒരു പ്രൈവറ്റ് സ്പോട്ടാണിത്. അങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകാർ ആരും കയറ്റില്ല. ഞങ്ങൾ 1-2 തവണ അവരോട് ചോദിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടപ്പോഴേക്കും അവർ സമ്മതിച്ചതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്യൂട്ടി ഹിഡൻ സ്പോട്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ വാഗമൺ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എല്ലാം ഇഷ്ടപ്പെട്ടു, എന്നാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ഇതാണ്. ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അവർ സമ്മതിച്ചില്ല. പിന്നെയും അവരോട് റിക്വസ്റ്റ് ചെയ്തു, ഒരു 10 മിനിറ്റിൽ കൂടുതൽ അവിടെ നിൽക്കില്ല, വേഗം പോയിക്കോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 10 മിനിറ്റ് പോലും എടുത്തില്ല, ഒരു 5 മിനിറ്റ് നിന്നിട്ട് പോന്നു. എനിക്ക് കുറച്ച് സമയം കൂടി അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു പ്രൈവറ്റ് സ്പോട്ടിൽ നമ്മളത് ശല്യമാകരുതല്ലോ അവർക്ക്. അവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ അവിടെ ഉള്ളവർ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി അത് കാരണം കുറച്ച് മാറ്റിയാണ് പാർക്ക് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം ചുരം ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. നല്ലൊരു ട്രിപ്പായിരുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.